ഞങ്ങള് നല്ല കാര്യല്ലേ പല്ലവി നിന്നോട് പറഞ്ഞു തന്നത്. പല്ലവി, വിപിന് ചിലപ്പോ നിന്നോടുള്ള വൈരാഗ്യം മാറിയിട്ടുണ്ടാവില്ല. അവൻ ചിലപ്പോ നിന്നോട് ക്ഷോഭിച്ചെന്നോ വഴക്കിട്ടെന്നോ ഒക്കെ വരും. വിപിന്റെ ഭാഗത്തുനിന്ന് എന്ത് തന്നെ ഉണ്ടായാലും മോള് നിയന്ത്രണം വിട്ടൊന്നും പെരുമാറരുത്. എല്ലാം നീ ക്ഷമിക്കണം. എന്നിട്ട് വിപിനെ സമാധാനപ്പെടുത്താൻ നീ ശ്രമിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ ആരുടെ ഉപദേശം കേൾക്കണമെന്നില്ല. ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാ ഞങ്ങൾ ഓരോന്ന് നിന്നോട് പറയുന്നേ. അത് കേൾക്കാൻ നിനക്കിത്തിരി മനസ്സ് വെച്ചാൽ എന്താ കുഴപ്പം? കുറെ നേരമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന സ്ഥിതിയായിട്ടുണ്ട്. ശരി പാർവതി, ഇനി നമ്മളായിട്ട് ഇവളുടെ സ്വസ്ഥത കെടുത്തണ്ട. അവള് മണിയറയിലേക്ക് ചെന്നോട്ടെ. നീ ചെല്ല് പല്ലവി. പല്ലവി, അവളുടെ സംസാരം കേട്ടിട്ട് നിനക്കാകെ വിഷമയല്ലേ പാർവതി? സാരമില്ല, വിട്ടേക്ക്. അവളിപ്പോ ആകെ മാറിപ്പോയി. അനുഭവങ്ങൾ കൊണ്ടേ അവൾ നന്നാവൂ. അവള് പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ല. ഞാനൊന്നും കാര്യമാക്കി എടുത്തിട്ടുമില്ല. പക്ഷേ എന്റെ വിഷമം അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്താ. എന്റെ ഉദയനൂരമ്മ, അവളുടെ ജീവിതത്തിൽ എന്നും നല്ലത് വരുത്തണേ. വിപിൻ അവളോട് ക്ഷമിക്കണേ അമ്മേ. എല്ലാം നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പാർവതി. വിപിനെ ഞാനും ഒന്ന് ഉപദേശിക്കാം. ഇപ്പൊ നീ പോയി കിടക്ക്. ഞാനും മുറിയിലേക്ക് ചെല്ലട്ടെ. വിപിൻ സാറ്, സാറേ, സാർ എന്നോട് ക്ഷമിക്കണം. എടീ, നീ ആരാന്ന് വിചാരിച്ചു? ഒരു കള്ളക്കഥയുടെ ബലത്തില് എന്നെ കൊണ്ട് താലി കെട്ടിച്ചാലുടൻ ഞാൻ നിന്റെ ഭർത്താവാന്ന് വിചാരിച്ചോ? സാറേ, എനിക്ക് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാ. നീ മിണ്ടിപ്പോരുത്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്ന് നീ എല്ലാവരോടും കള്ളം പറഞ്ഞു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് നീ താലി കെട്ടിച്ചു. നീ പറഞ്ഞ അപഖ്യാതിയുടെ പേരില് എന്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് നീ ശകാരിച്ചു. എല്ലാവരുടെ മുമ്പില് ഞാൻ നാണം കെട്ടു. ഇത്രയൊക്കെ തേജോധം ചെയ്തിട്ടും ഞാൻ എന്തിനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് നിനക്കറിയാമോ? അറിയോന്ന്? നിനക്കതറിയില്ല എങ്കി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചിരുന്നെങ്കിൽ ഡോക്ടർ നിന്നെ പരിശോധിക്കും. ആ പരിശോധനയില് നീ ഗർഭിണിയല്ല എന്ന് കണ്ടെത്തും. എന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കാൻ നീ നടത്തിയ നാടകമാണ് അതെന്ന് എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ നാണം കിടന്നത് ആരാ? നീയല്ല. നീ കാരണം നാണം കെടുന്നത് നമ്മുടെ പാർവതി ആയിരിക്കും. പാർവതി എനിക്ക് ദൈവത്തിന് തുല്യ.
അങ്ങനെ അത്രയ്ക്ക് പരിശുദ്ധിയായ പാർവതിക്ക് ഇത്രയ്ക്ക് ക്രിമിനലായ സഹോദരിയാണെന്ന് ജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാ എല്ലാ അപമാനവും സഹിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അല്ലതെ നിന്റെ ബ്ലാക്ക് മെയിലിൽ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ. സാറേ സാറ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. എനിക്കൊന്ന് കേക്കണ്ട. നിന്റെ ഈ കഴുത്തി തൂങ്ങുന്ന താലി നിനക്കൊരു അലങ്കാരം മാത്രമായിരിക്കും. അങ്ങനെ കരുതിയാ മതി. അല്ലാതെ ഞാനും നീയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധമെന്ന് ഉറപ്പിക്കുന്ന മംഗല്യ സൂത്രം നല്ലത്. പറഞ്ഞത് മനസ്സിലായില്ലേ? താലി കിട്ടിയെന്ന് കരുതി നീ എന്റെ ഭാര്യ ആവില്ലാന്ന്. നമ്മൾ തമ്മിലൊരു ലൈഫ് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തോ തേന്നൂരമ്മ, പല്ലവിയുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ധാരാളം ആശങ്കകളുണ്ട്. വിപിനെ കബളിപ്പിച്ചതിന്റെ വിരോധം അതവനുണ്ടാകും. പല്ലവിയോട് അവന് പെട്ടെന്ന് പൊറുക്കാൻ സാധിക്കോ? പൊറുത്താ മതിയായിരുന്നു. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് വിപിന്റെയും പല്ലവിയുടെയും ജീവിതമായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചതെല്ലാം മറന്ന് രണ്ടുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം. ഇന്ന് ഈ രാത്രി വിപിൻ എല്ലാം മറന്ന് പല്ലവിയെ സ്വീകരിച്ച സമാധാനമായി. വിപിന് അതിനുള്ള മനസ്സുണ്ടായാൽ മതിയായിരുന്നു. എന്താ എന്താ പല്ലവി, എന്തു പറ്റി? സമാധാനായല്ലോ, നിനക്ക് സമാധാനായല്ലോ. പല്ലവി, നിന്റെ ജീവിതം തകർന്ന് കാണണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? പല്ലവി, നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയില്ലേ? ഞാനും ബിപിൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നു കാണണമെന്ന് നിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നീ ഈ വിവാഹത്തെ എതിർത്ത് നിന്നത്? പല്ലവി, വിപിനെ വിവാഹം കഴിക്കാൻ നിനക്ക് എന്താണ് യോഗ്യത എന്ന് ഒരിക്കൽ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. അത് ശരിയാണ്. നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത വിപിന്റെ പുറകെ നീ വിവാഹ കാര്യം പറഞ്ഞ് ഞാൻ മുറിയിലോട്ട് തള്ളി വിട്ടത്. മോളെ,
ഇപ്പൊ ഇപ്പൊ എന്താ ഉണ്ടായത്? അതൊന്ന് പറയ് പല്ലവി. നിങ്ങൾ തമ്മില് സ്വരച്ചേർച്ചയിൽ എത്തിയില്ലേ? എന്ത് സ്വരച്ചേർച്ച? ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എന്റെ കരണ തടിച്ചിട്ട് വിപിൻ സാർ ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന വിപിൻ സാർ പറഞ്ഞത്. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ വിപിനോട് സംസാരിക്കാം. നീ സമാധാനായിട്ടിരിക്കുക. വേണ്ട, എന്റെ കാര്യത്തില് ഇനി നീ ഇടപെടണ്ട. പല്ലവി, എന്റെ ജീവിതം നന്നായി കാണുമെന്ന് ആഗ്രഹമില്ലല്ലോ. നീ എന്താ വിപിൻ സാറിനോട് സംസാരിക്കാൻ പോകുന്നേ? പല്ലവി, നിന്റെ ജീവിതം നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കോ? നീ നീ എന്റെ കൂടപ്പുറപ്പല്ലേ? നമ്മള് ഒരേ ചോരയല്ലേ മോളെ? നിന്റെ നന്മയല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. നിന്റെ ഒരു പ്രസംഗം എനിക്ക് കേക്കണ്ട. ഞാൻ ഈ വീട്ടില് മരുമകളാകുന്നതില് ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചവളല്ലേ എന്റെ നന്മ ആഗ്രഹിക്കുന്നേ. മോളെ, എന്റെ മനസ്സ് എന്നോട് ഞാൻ എങ്ങനെയാ വെളിപ്പെടുത്തുന്നേ? അയ്യോ, അതിനൊന്നും നീ ബുദ്ധിമുട്ടണ്ട. അങ്ങോട്ട് പല്ലവി, പല്ലവി നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അയ്യോ, രുദ്രമ്മ, അമ്മേ, മഹാമായെ, ശക്തി സ്വരൂപിണി, കാത്തുരക്ഷിക്കണേ. അമ്മേ, എനിക്കിപ്പോ ഏറെ വിഷമം എന്റെ അനിയത്തെ പല്ലവിയെ കുറിച്ച് ഓർത്താ. ഒരിക്കലും ഈശ്വരന് നിരക്കാത്ത കള്ളം പറഞ്ഞ് പല്ലവി വിപിനെ കൊണ്ട് താലി കെട്ടിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വാശി പുറത്ത് നടത്താനുള്ളതല്ല വിവാഹമെന്ന് അവള് തിരിച്ചറിയണായിരുന്നു. പക്ഷെ അവളത് ചിന്തിച്ചില്ല. ഇപ്പോ അവളുടെയും വിപിന്റെയും ജീവിതത്തില് താളപ്പിഴകൾ സംഭവിച്ചു തുടങ്ങുമോ? പല്ലവിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അത് മനസ്സിലായതും. അമ്മേ, പല്ലവിയുടെ കുടുംബജീവിതം തകരുന്നത് കാണാൻ എനിക്കാവില്ല. അതുകൊണ്ട് വിപിന്റെയും പല്ലവിയുടെ ഇടയിലെ അസ്വാരസ്യങ്ങളും വെറുപ്പും അമ്മ മാറ്റിക്കൊടുക്കണം. പല്ലവി വിപിനോട് കാണിച്ച നെറുകേടിന് പല്ലവിയോട് ക്ഷമിച്ചു കൊടുക്കാൻ വിപിനെ തോന്നിപ്പിക്കണം. അതുപോലെ അഹങ്കാരവും വാശിയും കൊണ്ട് ജീവിതം നേടിയെടുക്കാനാവില്ലെന്ന് പല്ലവിയെയും ബോധ്യപ്പെടുത്തണം. അമ്മ അതിനുള്ള മാർഗം തെളിയിക്കണം. സമാധാനവും സന്തോഷകരവുമായ ഒരു ദാമ്പത്യ ജീവിതം വിപിനും പല്ലവിക്കും നൽകി അമ്മ അവരെ അനുഗ്രഹിക്കണം. മാജിക് ബോക്സിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത്.
ഇപ്പൊ ഈ ശബ്ദം കേൾക്കുന്നത്? ഇത് എനിക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് തരുന്നതാണോ? ഇത് തുറന്നു നോക്കാനും പറ്റില്ലല്ലോ. ദേവമ്മയുടെ വിരലടയാളം ഇല്ലാതെ ഇത് തുറക്കാൻ പറ്റില്ലെന്നല്ലേ വിശാൽ സാറ് പറഞ്ഞത്? എന്തുകൊണ്ടാ മനസ്സിൽ ഇങ്ങനെ ഒരു രംഗം തെളിഞ്ഞു വന്നത്? ഇവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോവാണല്ലോ. ഈശ്വര, മുത്തശ്ശ, എന്താ മോളെ? എന്തിനാ നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ, എനിക്ക് കാത്തിരിക്കാനും വയ്യ. ആ, എന്തു പറ്റി? എനിക്ക് ചില ദുർനിമിത്തങ്ങൾ നടക്കുമെന്ന് തോന്നുവാ. ദുർനിമിത്തങ്ങളോ? എന്താ അത്? വിശാൽ സാർ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാ ഞാൻ കണ്ടത്. അത് കണ്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നി. അങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. മോള് ഭയപ്പെടണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനെന്താ ഇത്ര ഉറപ്പ്? നിങ്ങളാണ് ദേവമ്മയെ കൊന്നേന്നാ വിശാൽ സാർ കരുതുന്നത്. ഇവിടെ ഇങ്ങനെ വേഷം മാറി താമസിക്കുന്നതുകൊണ്ടാ വിശാൽ സാറ് നിങ്ങളെ തിരിച്ചറിയാത്തതും. വിശാൽ സാറ് തേടിക്കൊണ്ടിരിക്കുന്ന ശേഖര മേനോനാണ് ഈ നിൽക്കുന്ന ശേഖരനെന്ന് സാർ തിരിച്ചറിഞ്ഞ പിന്നെ ഇവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും. ഇല്ല മോളെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കില്ല. പെട്ടെന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ പ്രഭാവതിയെ കൊല്ലാൻ ശ്രമിച്ചതാ അന്ന് അബദ്ധമായത്. അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് അറിയാലോ. ഇപ്പോഴും എനിക്കതിന് സാധിക്കില്ല. മോളെ, ഇനി എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവില്ല, അത് ഉറപ്പാ. എനിക്കിനി അതൊന്നും കേൾക്കണ്ട. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങൾ എന്തിനാണ് പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? നിങ്ങൾ അത് പറ. അതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയണം. മോളെ, അത് നീ അറിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? അറിഞ്ഞാൽ അപകടത്തിലാവുന്നത് നിന്റെ ജീവനാ. ആയിക്കോട്ടെ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും വിശാൽ സാർ ഒരു കൊലപാതകയാവരുത്. അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെടരുത്. അതുകൊണ്ട് സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകും. ദേവമ്മയാ നിങ്ങൾ ഇവിടെ നിർത്താൻ എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ നിങ്ങളിവിടെ പാർപ്പിച്ചതും. അതിന്റെ നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. എന്റെ കുട്ടി, ഞാൻ അതൊന്നും മറന്നിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മോൾ ആവശ്യപ്പെടുന്ന സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. നിങ്ങൾക്കത് പറയാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ശേഖര മേനോനാണെന്ന സത്യം എനിക്ക് വിശാൽ സാറിനോട് തുറന്ന് പറയേണ്ടി വരും. മോളെ പാർവതി, ഞാൻ ശേഖരമേനോനാണെന്ന് നീ വിശാലിനോട് ഇപ്പോൾ പറയരുത്. ഗായത്രി മേഡത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശാലിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ആരാണെന്ന് വിശാൽ അറിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വിശാൽ ചിലപ്പോൾ കൊലപാതകയായി മാറും. അത് വേണോ? നീ ചിന്തിക്ക് മോളെ. ഇത്രയും ദിവസം നീ ക്ഷമിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം കൂടി നീ ക്ഷമിക്ക്. ഏതായാലും ഞാൻ കാരണം മോൾക്കോ വിശാലിനോ ഈ കുടുംബത്തിനോ ഒരപകടവും സംഭവിക്കില്ല. പിന്നെ പ്രഭാവതിയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് അവൾ ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായായതുകൊണ്ടാ. ഈ കുടുംബത്തെ നശിപ്പിക്കാൻ അവളിവിടെ കുടിയേറി പാർത്തിരിക്കുന്നെ. അവളെ കൊല്ലണം, കൊന്നേ തീരൂ.
എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. ഇനിയും ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഇതെല്ലാം എന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്ന വിശാൽ സാറിനെ ചതിക്കുമെന്നുള്ള തോന്നല എന്റെ മനസ്സിൽ. ആ കുറ്റബോധത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കിത് ബോധ്യപ്പെടുത്തിയേ തീരൂ. മോളെ, വീണ്ടും ഞാൻ പറയുക, ഒരു കാരണവശാലും നീ അബദ്ധം കാണിക്കരുത്. അവസരം വരട്ടെ, അന്നേരം എല്ലാ സത്യങ്ങളും തെളിവുകളടക്കം ഞാൻ മോളോട് പറയാം. ദേവീത്, മോള് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ആ മോളെ, നീ ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട. പ്രഭാവതിയും പ്രതാപനും പാമ്പിന്റെ ചെവിയുള്ളവരാ. അവരിവിടെ എവിടെയെങ്കിലും നിന്ന് നമ്മുടെ സംസാരം കേൾക്കാനിടയായ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് മോളിപ്പോ പൊയ്ക്കോ. പാർവതി, നീ എവിടേക്ക് പോവാ? ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാ ഗാർഗി. എന്താ വിശേഷിച്ച്? ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പല്ലവിയുടെ വിവാഹം അപ്രതീക്ഷിതമായിട്ടല്ലേ നടന്നത്? അതും വിപിന് തീരെ താല്പര്യമില്ലാത്തൊരു വിവാഹം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിലുണ്ട്. അതിങ്ങനെ തുടർന്ന അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരാവില്ല. പിണക്കങ്ങളും കലഹങ്ങളും അനുദിനം വർദ്ധിക്കും. അതൊടുവിൽ വിവാഹമോചനത്തിലായിരിക്കും എത്തിച്ചേരുന്നത്.